ഹ്യൂമൻ ഐ നാച്ചുറലി സീസ് ഇൻ 5 പോയിന്റ് പെർസ്പെക്റ്റീവ്. നോ, നമ്മുടെ കണ്ണതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ നമ്മുടെ ഐബോൾ റൗണ്ടഡ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ലെൻസ്, അതുപോലെ തന്നെ റെറ്റിന ഇതെല്ലാം കേർവ്ഡ് ആണെങ്കിൽ പോലും ഒരു ഫെറിഫറൽ വിഷനായ കേർവി, അതുപോലെ തന്നെ ഡിസ്റ്റോർട്ടഡ്, അതുപോലെ തന്നെ ഡൈനാമിക് വ്യൂ ആയിരിക്കും നമ്മുടെ ഒരു ഫെറിഫറൽ വിഷനിൽ ഉണ്ടാവുക. പക്ഷേ നമ്മളതിനെ അതിനെ കറക്റ്റ് ചെയ്തൊരു സെൻറ്റർ വിഷനായ സ്ട്രെയിറ്റ്, ഫോക്കസ്ഡ് ആൻഡ് എഡ്ജി വ്യൂ ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ്. ഐ ആം ആർക്കിടെക്ട് അൻഷാ സുബൈർ, ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഫാക്കൽറ്റി ഓഫ് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അപ്പോൾ ലെറ്റ്സ് ക്ലിയർ ദ ഫാക്ട്. നോർമലി നമ്മൾ 5 പോയിന്റ് പെർസ്പെക്റ്റീവ് റിയൽ ലൈഫിൽ കാണുന്നില്ലെങ്കിൽ പോലും റൗണ്ടഡ് ഒബ്ജക്ട്സ് ആയ ഈ ബോളുകളിൽ നമ്മൾ കാണുന്ന വ്യൂ, അതായത് നമ്മൾ ഈ ബോളിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ 5 പോയിന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. അത് മാത്രമല്ല, ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, നമ്മൾ കുറച്ച് എഡ്ജി ആയിട്ടുള്ള അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള വളവുകളുടെ അടുത്ത് ഒരു കോൺവെക്സ് മിററൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോൺവെക്സ് മിററിൽ നമ്മൾ കാണുന്ന വ്യൂവും 5 പോയിന്റ് പെർസ്പെക്റ്റീവ് തന്നെ ആയിരിക്കും. ഇനി ഒരു നാറ്റ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ UC പെർസ്പെക്റ്റീവിലൊക്കെ പറയുവാണെങ്കിൽ എവിടെയാണ് നമ്മൾ 5 പോയിന്റ് പെർസ്പെക്റ്റീവിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അർബൻ ആൻഡ് ആർക്കിടെക്ചറൽ സ്കെച്ചസ്, ഒരു വലിയ പാനോറമിക് വ്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൻ്റെ വ്യൂ അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 5 പോയിന്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ ഒരു സൈഫൈ മൂവീസ്, ഡൈനാമിക് ആയിട്ടുള്ള ഒരു വേൾഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിഷ് ഐ പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ഒരു അക്വേറിയത്തിൽ നിന്നൊരു മീനിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന വ്യൂ വരയ്ക്കാനൊക്കെ പറയുവാണെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 5 പോയിന്റ് പെർസ്പെക്റ്റീവ് യൂഷ്വലി ഉപയോഗിക്കാറുണ്ട്. ഇനി അതല്ലാണ്ട് നോക്കുവാണെങ്കിൽ ഡോം പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ പ്ലാനറ്റോറിയം വ്യൂ, ഇതെല്ലാം നമ്മൾ 5 പോയിന്റ് പെർസ്പെക്റ്റീവിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ എങ്ങനെ ഒരു 1 പോയിന്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ഫിഗറിനെ 5 പോയിന്റ് പെർസ്പെക്റ്റീവ് ആക്കി മാറ്റാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളിന്ന് ഈ ഡ്രോയിങ്ങിനെയാണ്, ഇതിപ്പോൾ എന്ത് ഡ്രോയിങ് ആണ്, ഒരു 1 പോയിന്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ഇൻറ്റീരിയർ റൂമിൻ്റെ വ്യൂ. നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിനെയാണ് 5 പോയിന്റ് പെർസ്പെക്റ്റീവിലുള്ള ഈ ഒരു ഡ്രോയിങ് ആക്കി മാറ്റുന്നത്. സോ ഹിയർ ഇസ് എ ബേസിക് സ്കെച്ച് ഓഫ് എ റൂം ഇൻ 1 പോയിന്റ് പെർസ്പെക്റ്റീവ്. നമുക്കിതിനെ എങ്ങനെ 5 പോയിന്റിലേക്ക് മാറ്റാം നോക്കാം. എന്തായാലും ഓൾറെഡി 1 പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ടേംസ് ആയ ഓർത്തോഗണൽസ്, വാനിഷിംഗ് പോയിന്റിനെ കുറിച്ച് ഇനിയും പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ നമ്മുടെ 5 പോയിന്റ് പെർസ്പെക്റ്റീവിൽ മെയിനായിട്ട് 5 വാനിഷിംഗ് പോയിൻ്റാണ് വരുന്നത്. എങ്ങനെയാണത് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കലി ആദ്യം വരയ്ക്കുന്ന പോലെ തന്നെ ആദ്യത്തെ 2 വാനിഷിംഗ് പോയിന്റ് നമ്മൾ വരയ്ക്കുക. അതായത് ഇപ്പോൾ ഇതൊരു പേപ്പർ ആണെങ്കിൽ ഈ പേപ്പറിൻ്റെ ഒരു സെൻറ്ററിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വരയ്ക്കാം. കാരണം ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആണ്, ഒരു സെൻറ്റർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വാനിഷിംഗ് പോയിൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇവിടെ തന്നെ ഒരു വാനിഷിംഗ് പോയിൻ്റ് ഇവിടെ V1 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ഇവിടെ നിന്ന് നേരെ ഒരു ലൈൻ വരച്ചിട്ട് ഓൾമോസ്റ്റ് ഇവിടെയും V2 എന്നുള്ള രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ നമ്മളൊരു വാനിഷിംഗ് പോയിൻ്റ് 2 നമ്മൾ V1 ആൻഡ് V2 എന്നുള്ളൊരു വാനിഷിംഗ് പോയിൻ്റ് ഇട്ടു. നമ്മൾ എന്നിട്ടൊരു സെൻട്രലായിട്ടുള്ള വാനിഷിംഗ് പോയിൻറ്റും നമ്മളിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ പെർപെൻഡിക്കുലർലി 2 ലൈൻ കൂടി വരച്ച് നമ്മൾ 2 ആക്സിസ് കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 5 പോയിന്റ് പെർസ്പെക്റ്റീവിൽ ഒരു 2 ആക്സിസ് വരച്ച് അതിനകത്തൊരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് V1, V2, മേളിൽ നമ്മൾ V3 ആൻഡ് താഴെ നമ്മൾ V4, നടുക്ക് നമ്മൾ V5, അങ്ങനെ 5 വാനിഷിംഗ് പോയിൻറ്റ്സ് ആണ് ടോട്ടലി വരുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഈ V1-ൽ നിന്നും V2-ലേക്കും അതുപോലെ തന്നെ V3-ൽ നിന്നും V4-ലേക്കും കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ച് കേർവി ലീനിയർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് V1-ൽ നിന്ന് V2-ലേക്കും V3-ൽ നിന്ന് V4-ലേക്കും നമുക്ക് കേർവി ലൈൻസ് വരച്ച് നോക്കാം. കേർവി ലൈൻസ് വരയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഓർത്തോഗണൽ ലൈൻസ് ആണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ലൈറ്റായിട്ട് പേപ്പർ പോലും അറിയാത്ത രീതിയിൽ വേണം ആ ഒരു ഓർത്തോഗണൽ ലൈൻസ് വരച്ച് വരാൻ. സോ V1-ൽ നിന്ന് V2 വരെയുള്ള എല്ലാ ഓർത്തോഗണൽ ലൈൻസും ജസ്റ്റ് നമ്മൾ കേർവി ആയിട്ട് ഫുള്ള് വരച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ഗ്ലോബ് പോലെയൊക്കെ ഉണ്ടാവും. യെസ്, നമുക്കിനി V3-ൽ നിന്നും V4-ലേക്കും ഈ സെയിം പാറ്റേൺ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ V3-ൽ നിന്നും V4-ലേക്കുള്ള ഇങ്ങനെയുള്ള കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസും ഇവിടെ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 സെറ്റ് ഓഫ് ലൈൻസും കേർവ്ഡ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് V5-ൽ നിന്നും സെൻറ്റർ പൊസിഷനിൽ നിന്നും വരുന്ന ലൈൻസ് മാത്രമാണ്. സോ ആ ഒരു ഓർത്തോഗണൽ ലൈൻസ് കൂടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം. ഇതുപോലെ ആദ്യം ഈ V3 V2-നെ ഒന്ന് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെയും പിന്നെ ഒന്ന് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് പിന്നെയും അതിനൊന്ന് ഹാഫാക്കി ആ രീതിയിലൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കേർവ് വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ബിഗ് കേർവ്സ് വരയ്ക്കുക. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഓർത്തോഗണൽ ആയിട്ടുള്ള കേർവ്സ് കൂടി വരച്ച് പോയാൽ മതി. ലാസ്റ്റ് വരുമ്പോൾ നമ്മളിതൊരു ഗ്ലോബ് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്സ്, ഇങ്ങനെ തന്നെയാണ് നമ്മൾ വരച്ച് വരേണ്ടത്.
സോ ആവശ്യത്തിന് സെറ്റ് ഓഫ് V5 നിന്ന് വരുന്ന സ്ട്രെയിറ്റ് ഓർത്തോണൽ ലൈൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു 1 പോയിന്റിനെ ഇതിലേക്ക് മാറ്റാം നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ എന്തായാലും ബേസിക്സിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്തൊരു ബേസിക് ലൈൻ എന്ന് പറയുമ്പം ആദ്യം ഈ ഒരു വാൾ അല്ലേ, ഈ ഒരു വാൾ, അതുപോലെ തന്നെ ഇവിടുന്ന് 1, ഇവിടുന്ന് 2, ഇവിടുന്ന് 3 ആൻഡ് 4. ആ ഒരു ലൈൻസ് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് വരച്ച് നോക്കിയാലോ. ഈ ലൈനാണ് നമ്മളിപ്പോൾ വരച്ച ഈ ഒരു ലൈൻ. ഓക്കെ, നമ്മുടെ ഹൊറിസോൺ ഇതാണ്. ഇനി ഈ ലൈനാണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ലൈൻ. ഇനി ഈ ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ലൈൻ. ഇനി ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ലൈൻ വരുന്നത് ഇവിടെയായിരിക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ പാരലലി എടുത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ പാരലായിരുന്ന സംഭവമായിരുന്നു, അതിപ്പോൾ വന്നപ്പോൾ കർവി ലീനിയർ ആയിട്ട് മാറി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലൈനിന് പാരലാണ് ഈ ഒരു ലൈൻ. അപ്പം ഈ ഒരു ലൈനും V3ലേക്കും V4ലേക്കുമാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ലൈനും ഉറപ്പായിട്ടും V3ലേക്കും V4ലേക്കും തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ഈ ഒരു ലൈൻ V1ലേക്കും V2ലേക്കും ആയിരിക്കും പോകുന്നത്. അപ്പം ഇതിന് പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കുമ്പോൾ അതും V1ലേക്കും V2ലേക്കും പോകുന്നുണ്ടോ എന്നൊന്ന് എൻഷുർ ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ പെർസ്പെക്റ്റീവിൻ്റെ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ. ഒരു ലൈനിന് പാരലായിട്ടുള്ള ലൈൻ ഒരു പെർസ്പെക്റ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് പാരലായിട്ടുള്ള എല്ലാ ലൈൻസും ആ ഒരു സെയിം വാനിഷിംഗ് പോയിന്റിലേക്ക് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന 1, 2, 3, 4 ലൈൻസ് കൂടി വരയ്ക്കാം. ഇവിടെ വരയ്ക്കുമ്പം ഈ V5 നിന്ന് വരുന്ന ഈ ഒരു വാനിഷിൽ നിന്ന് 1, ഇവിടെ നിന്ന് വരുന്ന 2, ഇവിടെ നിന്ന് വരുന്ന 3 ആൻഡ് ഇവിടെ നിന്ന് വരുന്ന 4. ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വാളിനെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും ഒരു ഫ്രെയിം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലിങ്സിൽ നിന്ന് ബാക്കിലേക്ക് വരാം. ഇനി നമ്മൾ വരുമ്പോൾ ഈ ഒരു കർട്ടൻ്റെ ഈ ഒരു സംഭവം അതും ഈ പറയുന്ന കർവിൽ തന്നെ പോവുക. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ V1 നിന്നും V2ലേക്കും എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി അടുത്ത് ഇനി കർട്ടൻസ് വരുമ്പോൾ നല്ല താഴത്തേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു കർവി ലൈനിൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അതും വന്നിട്ട് ഇങ്ങനെയായിരിക്കും അതിൻ്റെ സംഭവം വരുന്നുണ്ടാവുക. ഇനി അടുത്ത് ഇവിടെ ഒരു നടുക്കൊരു ലൈൻ വരുന്നുണ്ട്, ഓൾമോസ്റ്റ് നടുക്കല്ലേ ഈ ഒരു ലൈൻ. ഈ ഒരു ലൈൻ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് നടുക്കായിട്ട് കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഓൾമോസ്റ്റ് നടുക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഏകദേശം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി അടുത്ത് ഇനി ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു കർട്ടൻ നമ്മൾ വരച്ചു. ആൻഡ് ഓൾസോ ഇവിടെ ഈ ഒരു വാൾ ആർട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വാൾ ആർട്ട് നമുക്കിത് V3യിൽ നിന്നും V4ലേക്കും ഒരു ലൈൻ എടുത്ത്, ഒരു കർവി ലൈൻ എടുത്ത്, പിന്നെ ഈ V4ഉം V3 എടുത്തിട്ട് അടുത്തൊരു കർവി ലൈൻ എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. യെസ്, ആൻഡ് ഇനി V1ലൂടെയും V2ലൂടെയും ഇങ്ങനെ പോയി ഇങ്ങനെ കർവ് എടുത്ത് ഈ ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ V1ലൂടെയും V2ലൂടെയും ഇങ്ങനെ വന്ന് കർവ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ 1, 2, 3, 4 ആണ്. 1, 2, 3, 4. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ലൈൻ കൂടി ഒന്ന് വരച്ച് അതിനൊന്ന് ഡീറ്റെയിൽ ചെയ്യും. ഇത്രയും ഡീറ്റെയിൽസ് തൽക്കാലം കൊടുത്താൽ മതി. ഇവിടെ നിന്ന് V1, V2, അതുപോലെ തന്നെ V3, V4. ഓക്കെ, സെറ്റ്. അത്രയും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കിൽ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഒരു ക്യാറ്റ് നിൽക്കുന്നുണ്ട്. ആ ബാൽക്കണി ഇവിടെ സ്ട്രെയിറ്റ് ആണ്, ഇവിടെ വരുമ്പോൾ അത് കർവി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ V1ൻ്റെ അടുത്ത് നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ ഒരു ഐ ലെവലിന് താഴെയായിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ബാൽക്കണി ഇങ്ങനെ കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ കർവായിട്ടുള്ള ഒരു ഡെപ്ത് ഇങ്ങനെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ താഴത്തെ 1, 2, 3, 4, 5 എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് വരച്ച് വന്നപ്പോഴത്തേക്കും ഒരു കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു 1-2 റെയിലിങ്സ് കൊടുക്കാം. ആൻഡ് ഓൾസോ ഇവിടെ ഇച്ചിരി ഡെപ്ത് ഉണ്ടല്ലേ, പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആ ഒരു പ്രൊജക്ഷനും V1, V2ൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് ആ ഒരു പ്രൊജക്ഷനും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ഹാൻഡ് റെയിൽസ് കൊടുക്കണം. റെയിലിങ്സ് കൊടുക്കുമ്പോൾ ഹാൻഡ് റെയിലല്ല, റെയിലിങ്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ ഇനി ഈ ഒരു ഗ്രേഡിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. അതിനൊന്നൊരു അതും V5ന് ഓൾമോസ്റ്റ് ആ ഒരു വാനിഷ് പോയിന്റിലേക്ക് പോകുന്ന രീതിയിലാണ് കൊടുത്തത്. ഇനി ഇതിൻ്റെ നമുക്ക് ചുളിവുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. യെസ്, ഇനി നമുക്ക് ഈ സീലിംഗ് ലൈറ്റ്സ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഇവിടെ എല്ലാം സ്ട്രൈറ്റ് ലൈനാണ്. ഇതെല്ലാം ഇവിടെ വരുമ്പോൾ V1, V2ൽ നിന്ന് ഒരു ലൈൻ, V1, V2ൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം വാനിഷിംഗ് പോയിന്റിൽ ഇപ്പുറത്തേക്ക് പോകുന്തോറും അതിൻ്റെ ഡിസ്റ്റൻസ് കൂടി വരും. വാനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്തോറും ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരിക. അപ്പം ഈ ഒരു ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാക്കിയിട്ട് ഒരു ഓൾമോസ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നിട്ട് V2ലേക്ക് പോകുന്നതായിട്ട് കാണിക്കുക. അടുത്ത പിന്നെ ഇതിനേക്കാൾ കൂടുതലായിട്ട് അടുത്ത ലൈൻ വരയ്ക്കുക. ഒരു ഓൾമോസ്റ്റ് ഇത്ര എടുത്തിട്ട്, ഇതൊക്കെ നമ്മുടെ കണ്ണളവാണ് കേട്ടോ. കുറേയൊക്കെ പെർസ്പെക്റ്റീവിൻ്റെ പോർഷൻസ് ഒക്കെ വരുമ്പോൾ അത് കണ്ണളവാണ് വരിക. നമ്മൾ ഓർത്തോണലിലേക്കുള്ള ആ ഒരു സൈസ് ഡിമിനിഷനൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇത് എത്ര റേഷ്യോയിലാണ് വരുന്നത്, ഏകദേശം നമ്മൾ അങ്ങനെ കണ്ണളവിൽ കൊടുത്താൽ മതി. അടുത്ത് ഇത് വരുമ്പോൾ 4ാമത്തെ ലൈൻ വരുമ്പോഴത്തേക്കും ഒരു ഓൾമോസ്റ്റ് V1ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്ന് ഒരു V2ൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഡ്രോയിങ് വരും.
ഓക്കെ. ഇനി ഇതിൻ്റെ നടുക്കുള്ള 1 2 3 4 5 പാർട്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതിവിടെ ഓൾറെഡി നമ്മൾ ഗ്രിഡ് ഇട്ടിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് 1 V5ലേക്ക് പോകുന്നു. അടുത്ത 2 ഈ സെയിം സ്പേസ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ പോകുന്നു 2. ഇനി അടുത്ത സെൻറ്ററിൽ കൂടെ ഒരു പാർട്ടീഷൻ കൂടി വിടാം. സെൻറ്ററിൽ കൂടെ ഒരു പാർട്ടീഷൻ വിടുമ്പോൾ ഇങ്ങനെ. ഇനി ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്യാം, രണ്ടാക്കി ഇതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇങ്ങനെ വന്ന് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവും. ഇനി ഇതിനകത്ത് നമുക്ക് സീലിംഗ് ലൈറ്റ്സ് കൊടുക്കാം. അപ്പോൾ 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. അപ്പോൾ സീലിംഗ് ലൈറ്റ്സ് വരച്ചപ്പോൾ ഇവിടെയുള്ള ചെറുത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അത് വലുതായി എന്നുള്ള രീതിയിലാണ് സീലിംഗ് ലൈറ്റ്സ് വരച്ചത്. ജസ്റ്റ് ബേസിക്സ് ആയിട്ട് നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഒരു ഡ്രോയർ യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഡ്രോയർ യൂണിറ്റ് വരയ്ക്കാം. അപ്പോൾ ഡ്രോയർ യൂണിറ്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, ഇതൊക്കെ ഈ ഒരു ഫ്ലോറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന വസ്തുക്കളാണ്. അതായത് ഡ്രോയർ യൂണിറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലവർ പോട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ബെഡ് വരുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു ഫ്ലോറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അത് അതിൻ്റെ ഒരു പ്ലാൻ പോലെ ഏകദേശം താഴെ വരയ്ക്കുവാണെങ്കിൽ നമുക്കത് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു 3D പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഡ്രോയറിൻ്റെ പ്ലാൻ വരയ്ക്കുകയാണ് ഞാൻ, ഈ ഫ്ലോറിൽ ഒരു പ്ലാൻ വരയ്ക്കുകയാണ് ഈ ഒരു ഡ്രോയർ യൂണിറ്റിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഡ്രോയർ യൂണിറ്റ് ഒരു കുറച്ച് ഈ വാളിൽ നിന്ന് കുറച്ച് മാറ്റി പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. V1 V2വിൽ നിന്ന് ഈ ഒരു കർവ് ഇങ്ങനെ വരും. അതായത് ഇവിടെ വരുന്ന ഈ ഒരു കർവാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ വരച്ച് വരുവാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരു വയർ ഫ്രെയിമിൽ ആ ഒരു ഫിഗർ വരുമ്പോൾ. അപ്പോൾ വയർ ഫ്രെയിമിൽ വരുന്ന ഈ ഒരു ഫിഗറിൻ്റെ ഈ ഒരു ബേസാണ് ഞാനിവിടെ ആദ്യം ഒന്ന് ജസ്റ്റ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. V1ൽ നിന്ന് V2വിലേക്ക് വരുന്ന ഈ ഒരു കർവിൽ അത് ഇങ്ങനെ കാണിച്ചു. ഓൾസോ അത് ഇങ്ങനെ അങ്ങോട്ട് പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഹൈറ്റ് പ്രൊജക്റ്റ് ചെയ്യാം. ആ ഹൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് കർവിയായിട്ടല്ലേ പോകേണ്ടത്, ഇത് നേരെയാണ് പോകുന്നത്. നമ്മളിത് എന്ത് ചെയ്തു, കർവിയായിട്ട് പോകുന്നു. കർവിയായിട്ട് നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഇത്രയും പൊക്കം, എത്ര പൊക്കം ഏകദേശം എടുക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ഇത്രയാണ് പൊക്കമെങ്കിൽ ഒരു ഓൾമോസ്റ്റ് കട്ടൻ്റെ ഇത്രയാണ് പൊക്കമെങ്കിൽ ഇവിടെയും ഒരു കട്ടൻ്റെ ഇത്രയാണ് പൊക്കം വരുന്നതെങ്കിൽ ഈ കട്ടൻ്റെ ഈ പോയിന്റിൽ നിന്നും V5ൻ്റെ വാനിഷിംഗ് പോയിന്റ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇത്രയായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇത്ര എടുക്കാം അതിൻ്റെ പൊക്കമായിട്ട്. പൊക്കം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഈ സെയിം ഇതിങ്ങനെ V4 ആൻഡ് V3യിലേക്ക് പോകുന്ന ഈ ഒരു കർവി ലൈൻസ് ഇങ്ങനെ പോയി. ഇനി V1 ആൻഡ് V2 വരുന്ന ആ ഒരു ലൈൻ വരുമ്പോൾ അതിങ്ങനെ വരും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഒരു മേളിലേക്ക് ഒരു പ്ലെയിൻ പൊങ്ങി. ആൻഡ് ഓൾസോ നമുക്ക് ഇനി 1 2 3 4 ഈ ഒരു പ്ലെയിൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും ഈ പോയിന്റിൽ നിന്നും മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. V4ലേക്കും V3യിലേക്കും പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ V4ൽ നിന്ന് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഇത് നല്ല കർവി ആയിരിക്കും. ഇവിടെ വരുമ്പോൾ പിന്നെയും എക്സ്ട്രീം കർവി ആയിരിക്കും. എന്നിട്ട് ഇനി V1ൽ നിന്നും V2യിലേക്കും അടുത്ത് പോകുന്നത്, ഇതിപ്പം ഈ ഒരു ലൈൻ പോകുന്നത് V1ലേക്കും V2യിലേക്കും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് പാരലായിട്ട് വരുന്ന മേളത്തെ ലൈനും V1ഉം V2യിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. സോ ഈ ഒരു പോയിന്റിൽ നിന്നും V1ലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വന്ന് പിന്നെ ഇത് കൂട്ടിമുട്ടിച്ച് ഇങ്ങനെ എത്തി. യെസ്. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് V5ലേക്ക് പോവുക നേരെ. അതുപോലെ തന്നെ ഇവിടെ നിന്നും V5ലേക്ക് നേരെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഈ ലൈൻ ഒന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കും. ഇങ്ങനെയാണ് വരുന്നത്. യെസ്. നമ്മൾ കാണുന്ന ലൈൻ എന്ന് പറയുമ്പോൾ 1 2 3 4 5 1 2 ഇത്രയായിരിക്കും. 1 2 3 4 5 1 2. ഇനി ഇതിൻ്റെ മേളിലത്തെ വ്യൂ നമ്മളിപ്പോൾ ആക്ച്വലി കാണുന്നുണ്ട്. കുറച്ച് വാനിഷിംഗ് പോയിൻ്റ് മേളിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ടോപ്പ് പോർഷൻ കൂടെ കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലത്തെ വയർ ഫ്രെയിം ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചുമ്മാ ഓവർ കൺഫ്യൂഷൻസ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് ആ ബ്ലോക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഏകദേശം ഈ ഒരു ലൈനിനെ 3ആക്കി ഡിവൈഡ് ചെയ്യാം. 1 2 3 എന്നുള്ള രീതിയിൽ ഏകദേശം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. V5ൽ നിന്നും 1 2 എന്നുള്ള രീതിയിൽ 2 രീതിയിൽ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ഫ്രെയിം ജസ്റ്റ് വരയ്ക്കുന്നു. V4 ആൻഡ് V3. ഇനി അടുത്ത V5ലേക്ക് ഈ ലൈന്, V5ലേക്ക് അടുത്ത ലൈന്, V4 ആൻഡ് V3യിലേക്ക് ഈ ലൈൻ. ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലായിരിക്കും എന്ത് വരുന്നത്, ഈ വരുന്ന ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നുണ്ടാവുക. സെൻട്രൽ പോർഷൻ എപ്പോഴും കൊടുക്കാനായിട്ട് നമ്മൾ ഡയഗണൽ വരയ്ക്കുന്നു. ഇതാണ് അതിൻ്റെ സെൻട്രൽ പോർഷൻ വരിക. ഇനി ഈ V4ൻ്റെ V3യിലൂടെ ഉള്ളിലൂടെ ഈ ഒരു സെൻട്രൽ പോർഷനോട് കർവ് കൊടുക്കുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇത്രയും പോർഷനിലായിരിക്കും ആ ഒരു ഹാൻഡ് റെയിൽ വരുന്നുണ്ടാവുക. 1 2 ആൻഡ് 3 ഈ ഒരു 3 രീതിയിൽ കൊടുക്കുക. കഴിഞ്ഞു കഥ. ഇനി ഈ ഒരു ഫ്ലവർ പോട്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്കതിന് ആദ്യം വരയ്ക്കാം. ആ ഫ്ലവർ പോട്ട് വരയ്ക്കണമെങ്കിൽ ആദ്യം ഫ്ലവർ പോട്ടിൻ്റെ ബേസ് ജസ്റ്റ് റൗണ്ടിൽ ഈ രണ്ട് V5കളുടെ ഇടയിലായിട്ട് ഞാനൊരു റൗണ്ട് വരച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ എലമെൻ്റ് ആയതുകൊണ്ട് ഓവർ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. യെസ്. ഇനി ഇതിൻ്റെ ബാക്കിലൊരു ഫ്രെയിം ഉണ്ട്. മേ ബി അത് TV ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് ആ ഒരു ഫ്രെയിം കൂടി വരച്ച് ചേർക്കാം. ആ ഒരു ഫ്രെയിം കൂടി വരച്ച് ചേർക്കുമ്പോൾ രണ്ടും V5ൽ നിന്ന് തന്നെ എടുക്കുക. 1 ആൻഡ് 2 എന്നുള്ള രീതി V5 നിന്ന് എടുത്തു. ഇനി V4 നിന്ന് എടുക്കുമ്പോൾ 1 ആൻഡ് V3 നിന്ന് എടുക്കുമ്പോൾ 1. അപ്പോൾ ഇവിടുന്ന് 1 ആൻഡ് 2
ഈ രീതിയിൽ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്രെയിം കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. യെസ്. ഇനി ഇവിടെ ഒരു ഫ്ലവർ പോട്ട് വരുന്നുണ്ട്. ആ ഫ്ലവർ പോട്ട് വരുന്നത് V4 V1 ഇവിടുന്ന് പിന്നെയും നമ്മൾ വാനിഷിങ് എടുത്ത് അത് കുറച്ചും കൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ കൊടുത്തു. ഓൾസോ V5ൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലെയിൻ കൊടുത്തു, ഇങ്ങനെ ഒരു പ്ലെയിൻ കൊടുത്തു. നമ്മളിതിനെ ഇങ്ങനെയും ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തു. ഇനി നമുക്കറിയാം ഒരു സ്ക്വയറിനകത്ത് ഡയഗണൽ വരച്ച് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഈ പറഞ്ഞ സെൻറ്റർ മാർക്ക് ചെയ്ത് 1 2 3 4 അങ്ങനെ ഒരു 4 പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക, നമ്മളൊരു വട്ടം വരയ്ക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ബേസിൽ വട്ടം ആയതുകൊണ്ട് ഇവിടെ എന്തായാലും ഒരു വട്ടം ഇവിടെ ഉണ്ടാവും അല്ലേ. ആ ഒരു വട്ടമാണ് ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ചത്. ഇനി ആ വട്ടത്തിൻ്റെ സെൻറ്റർ എടുത്തു. ആ സെൻറ്റർ എടുത്തു. നമ്മൾ ഈ ഒരു പോർഷൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ആ ഒരു വട്ടത്തിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇവിടെയും ഇവിടെയും ഇവിടെ ആയിട്ടായിരിക്കും ഈ 3 ലെഗ്സ് വരുന്നുണ്ടാവുക അല്ലേ. 1 2 3. യെസ്. അപ്പോൾ ആ ഒരു ലെഗ്സ് ഞാൻ ഇവിടെ ഒരെണ്ണം കൊടുത്തു, ഇവിടെ ഒരെണ്ണം കൊടുത്തു, ആൻഡ് ഇവിടെ ഒരെണ്ണം കൊടുത്തു. അപ്പോൾ അങ്ങനെ ലെഗ്സ് എടുത്ത് വരയ്ക്കുവാണെങ്കിൽ V4 എന്നത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇത് കുറച്ച് ഇങ്ങനെ വന്ന് ഇത് കുറച്ച് ഇങ്ങനെ വന്ന് ഇതിൻ്റെ മേളിൽ പിന്നെയും ഈ ഒരു സെയിം സർക്കിൾ മേളിലേക്ക് വന്ന് പിന്നെയും അവിടെ നിന്നൊരു ഹൈറ്റ് വന്ന് 1 2 പിന്നെയും അവിടെ നിന്നൊരു റൗണ്ട് വന്ന് അതിനകത്തായിരിക്കും നമ്മൾ ഈ പറയുന്ന ആ ചെടികൾ ഇങ്ങനെ വരുന്നുണ്ടാവുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം നമ്മുടെ ഒരു വിഷൻ വ്യൂവിൽ നിന്ന് ഇപ്പം ഈ പറയുന്ന ചെടി തെന്നി മാറിയിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഇത് വരയ്ക്കാം. അപ്പോൾ എൻ്റെ ഒരു ചെടിയുടെ ബേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി അതിൻ്റെ ലെഗ്സ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇതേ 1 2 3 3 ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1 2 3 എന്നുള്ളത് 1 2 3 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനൊന്ന് റൗണ്ട് ചെയ്യാനായിട്ട് ഒന്ന് 3D ആക്കാം, 3D ആക്കാം, ആൻഡ് 3D ആക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിച്ചട്ടി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ റഗ് കൊടുത്താലോ, പൂച്ച നമുക്ക് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് റഗ് കൊടുക്കുമ്പം റഗ് ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇത്ര സ്പേസിലാണ്, ഈ ബെഡിൽ നിന്ന് ഒരു ഇത്ര സ്പേസിലാണ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇത്ര സ്പേസ് എടുത്തു. ഇനി ബെഡ് വരയ്ക്കാം അല്ലേ. ബെഡ് വരച്ചിട്ട് നമുക്ക് റഗ്ഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ ബെഡ് ഇവിടെ അത്ര അടുപ്പിച്ചിട്ടല്ല ഇട്ടിരിക്കുന്നത്, കുറച്ചൊരു ഡിസ്റ്റൻസ് മാറ്റിയാണ് ഈ ഒരു ബെഡ് ഇട്ടിരിക്കുന്നത്. യെസ്. അപ്പം ബെഡിൻ്റെ നമ്മൾ നേരത്തെ ഈ ഡ്രോയർ യൂണിറ്റ് വരച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്ലാൻ വരച്ചായിരുന്നു. അതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് ബെഡിൻ്റെയും ഒരു പ്ലാൻ വരയ്ക്കാം. ബെഡിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വന്നു, V5ൽ നിന്ന് ഇങ്ങനെ എടുത്തു. ഈ ഒരു വാർഡ്രോബിന് ഈ ഒരു ഡ്രോയർ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ നിന്നൊരു നേരെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ ഇത്രയും ഈ വീതിനേക്കാളും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു റൗണ്ട് ലൈനിനേക്കാളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആളാണ് നമ്മുടെ ബെഡ്. സോ ബെഡിന് ഒരു ഇത്രയും ഏകദേശം കൊടുക്കാം. ആൻഡ് ഓൾസോ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇതായിരിക്കും ആ ഒരു ബെഡിൻ്റെ താഴത്തെ ഫ്ലോറിൽ വരുന്ന പ്ലാൻ പോലെ വരിക. 1 2 3 4 1 2 3 ആൻഡ് 4. യെസ്. ഇനി നമുക്ക് ഈ ബെഡിനെ ഒന്ന് കുറച്ച് പൊക്കാം. എന്തായാലും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് വരില്ല, അതിൻ്റെ ഒരു ഹാഫ് ഹൈറ്റേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത്രയാണ്, ഏകദേശം ഇത്രയും. ആ ഒരു ഏകദേശം ഇത്രയും നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളത് പിന്നെയും V2ലേക്ക് പോകുന്നു. ആൻഡ് ഓൾസോ ഈ V4ൽ നിന്നും ഈ സെയിം ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നു. അതെങ്ങോട്ടാണ് പോകണേ, V3ലേക്കും V4ലേക്കും പോകുന്നത്. ഇത് V3ലേക്കും V4ലേക്കാണ് പോകുന്നത് കൊണ്ട് ഇതിന് പാരലായിട്ടുള്ള ഈ ഒരു ലൈനും V3ലേക്കും V4ലേക്കും തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. യെസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി അത് V4ലേക്ക് ഇങ്ങനെ പോകും. യെസ്. അപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ഫേസ്, അതായത് 1 2 3 4 എന്നുള്ളത് 1 2 3 4 ഇതുപോലെ ഇത്രയും വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക 5 പോയിന്റിൽ. ഇനി നമുക്ക് ഈ ഒരു ഡെപ്ത് എടുക്കാം. ഈ ഒരു ഡെപ്ത് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ V5ലൂടെ തന്നെ എടുക്കുക, ഇങ്ങനെ വരിക. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ എടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു ലൈനിന് പാരലായിട്ടുള്ളതാണ് ഈ ഒരു ലൈൻ. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് V4ൽ നിന്നും V3യിൽ നിന്നും ഇങ്ങനെ വന്ന് ഇങ്ങനെയായിരിക്കും അത് പോകുന്നുണ്ടാവും. യെസ്. അപ്പം 1 2 3 4 എന്നുള്ളത് 1 2 3 4 ആയി. ഇനി നമുക്ക് ഈ ഒരു ലൈൻ കൂടി വരച്ച് നമുക്ക് തീർക്കാം. ഇനി V5ൽ നിന്നും പിന്നെയും ഇതിൻ്റെ ലൈൻ വരച്ചു. യെസ്. ഇനി ഇതിൻ്റെ മേളിലൊരു ടഫ്റ്റഡ് ആയിട്ടുള്ളൊരു റസ്റ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഹെഡ് റസ്റ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതൊരു ഓൾമോസ്റ്റ് ഈ സീലിങ്ങിന് ഇത്രയും ഡിസ്റ്റൻസിലായിരിക്കും വരുന്നുണ്ടാവുക. അതൊരു ഓൾമോസ്റ്റ് ഇത്രയും ഡിസ്റ്റൻസിലെടുത്തിട്ട് ഇവിടം വരെയായിരിക്കും വരുന്നുണ്ടെന്ന് ഊഹിക്കുക. പിന്നെ V5ൽ നിന്ന് ഇങ്ങനെ എടുക്കുക. ആൻഡ് ഓൾസോ ഈ രണ്ട് എഡ്ജിൽ നിന്നും ഇങ്ങോട്ടേക്ക് മേളിലേക്ക് ആ കർവ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ V3യിൽ നിന്നും V4ലേക്കും എടുത്ത് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഒരു ഓൾമോസ്റ്റ് ഇത്രയും പോർഷനിലായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ V5ൽ നേരെ ലൈൻ വരച്ചു, ഈ ലൈൻ നേരെയാക്കി. ഇനി V5ൽ നിന്ന് ഇവിടെ നിന്നെടുത്ത് ഇവിടെയാണ് ഒന്ന് മുട്ടുന്നത്, ഇതും ഈ ഒരു കർവ് അങ്ങ് ഫില്ലാക്കി കൊടുത്തു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്ന് ഈ ഒരു രീതിയിലാണ് വരിക. സോ 1 2 3 4 ഈസ് ഈക്വൽ ടു 1 2 3 4. ഇനി ഇതിനെ നമുക്കൊന്ന് മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. ഇതിന് മൂന്നാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി മൂന്നാക്കി ഡിവൈഡ് ചെയ്യുക, വെർട്ടിക്കലി
വേർട്ടിക്കലി 3, ഹൊറിസോണ്ടലി 1 2 3 4 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം. വേർട്ടിക്കലി 1 2 ആൻഡ് 3 ഒരു ഓൾമോസ്റ്റ് അളവാണ് 3 ആയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ 2 ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി. ഇവിടെ നിന്ന് ഇങ്ങനെ ഡയഗണൽ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്താൽ മതി. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു ഇച്ചിരി ഇപ്പുറത്തേക്ക് എന്നുള്ള രീതിയിൽ നമ്മളൊരു 3 ആക്കി ഒരു ഏകദേശം കണ്ണളവിൽ 3 ആക്കി ഡിവൈഡ് ചെയ്യുക. ഇനി ഇതിന് 1 2 3 4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റിനെ നമുക്ക് 4 ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 ഒരു 2 ഒരു 3 ഒരു 4 എന്നുള്ള രീതിയിൽ. അങ്ങനെ ഉണ്ട് V5ൽ നിന്ന് 1 V5ൽ നിന്ന് 2 V5ൽ നിന്ന് 3. യെസ്, നമുക്കൊരു വെർട്ടിക്കൽ ഗ്രിഡ് കിട്ടി. ഇനി നമുക്ക് അതിനെന്ത് ചെയ്യാം, ടഫ്റ്റ് ചെയ്യാം. ടഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 1 2 3 4 1 2 3 4 1 അവിടെ ഒരു ബട്ടൺസ് കൂടി ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. യെസ്, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രോയിങ് കഴിയാനായിരിക്കണു. ഇനി നമുക്ക് പില്ലോസും റഗ് കൂടെ കൊടുത്തിട്ട് നമുക്ക് തീർക്കാം. പില്ലോസ് കൊടുക്കുമ്പം V5ൽ നിന്ന് ഒരു പില്ലോ വരച്ചു. പിന്നെ ആ പില്ലോടെ ഈ പോർഷനായിട്ട് V4ൽ നിന്നും V3യിലേക്ക് എടുത്തു. ഇങ്ങനെ എടുത്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയും. ഇതിനെ ഒരു ഓർഗാനിക് ഷേപ്പിലേക്ക് ഒന്ന് ആക്കുക. ഇനി നമുക്ക് ആ ഒരു റഗ് കൊടുക്കാം. ഒരു റഗ്ഗല്ല, ഈ പറയുന്ന ഒരു ബെഡ്ഷീറ്റിൻ്റെ ഇങ്ങനെ ഫില്ലാക്കുന്ന രീതി. അപ്പോൾ V5ൽ നിന്ന് നമുക്കതും എടുക്കാം. V5ൽ നിന്നെടുത്ത് ഈ ഒരു ലൈൻ വരച്ച് V4ഉം V3യിലേക്കും ആ ഒരു ഫ്ലോയിങ് പോയി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആ ഒരു രീതിയിൽ കുറച്ച് ചുളിവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ഈ ലൈൻസൊക്കെ ഒന്ന് മാച്ച് കളയാം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ തലയണ ഇങ്ങനെ വന്നു, എൻ്റെ തലയണ ഇങ്ങനെ വന്നു. യെസ്, ഇനി നമുക്ക് റഗ്ഗും ക്യാറ്റിനെയും വരച്ചിട്ട് ഫിനിഷ് ചെയ്യാം. റഗ്ഗുകൾ വരയ്ക്കാൻ എളുപ്പമാണ്. ഇത്രയും വരച്ച സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു ചെറിയ സ്പേസ്, ഇവിടെ നിന്ന് ഒരു ചെറിയ സ്പേസ് എടുത്തിട്ട് നമ്മൾ റഗ്ഗിനെ ഇങ്ങനെ വരച്ചു. റഗ്ഗ് എന്തായാലും ആ ഒരു ബെഡിൻ്റെനേക്കാൾ കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളിയാണ് അല്ലേ. ഏകദേശം ഒരു നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി ഇത്രയും വരും. ഓൾസോ ഇങ്ങനെ വരും. V5ൽ നിന്ന് 1 V5ൽ നിന്ന് 2 V4 ആൻഡ് V3യിലേക്ക് പോകുന്ന പോലെ ഒരു കർവ്. പിന്നെ V1 ആൻഡ് V2യിലേക്ക് വരുന്ന പോലെ, V1 ആൻഡ് V2യിലേക്ക് വരുന്ന പോലെ ഈ കർവും, V1 ആൻഡ് V2യിലേക്ക് വരുന്ന പോലെ ഈ ഒരു കർവ്. ഇത് V4 ആൻഡ് V3യിലേക്കല്ല പോകുന്നത് കേട്ടോ. നമുക്കിനി ഒരു ക്യാറ്റിനെ പ്ലേസ് ചെയ്യാം. ക്യാറ്റ് എന്തായാലും ഓൾമോസ്റ്റ് ഇവിടെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. യെസ്, അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഓൾമോസ്റ്റ് ഫിനിഷായി. നമുക്ക് ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് എന്താക്കാം, ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഡീറ്റെയിൽ ഇൻ ദ സെൻസ് ആ ഒരു ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് പെർഫെക്റ്റ് ലൈൻസിലേക്ക് നമുക്ക് അതിനെ ആക്കാം. സോ ജസ്റ്റ് ഒന്ന് ഒരു ഇറേസർ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാ വാനിഷിംഗ് പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇറേസ് ചെയ്തു. പിന്നെ ഓവറായിട്ട് ഒന്ന് ഇറേസ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ കൊടുത്ത കൺസ്ട്രക്ഷൻ ഇവിടെ ഏകദേശം കാണാനായിട്ട് പറ്റണം. എന്നിട്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്ത് വരയ്ക്കുകയാണ്. V5 എന്നൊക്കെ എഴുതിയേക്കുന്നത് ജസ്റ്റ് ഒന്ന് മായ്ക്കുവാണ്. V1 V2 അങ്ങനെ എഴുതിയതൊക്കെ ഒന്ന് മാറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സാം പെർസ്പെക്റ്റീവിൽ ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ വാനിഷിംഗ് പോയിൻറ്റ്സിൻ്റെ പോർഷൻ എപ്പോഴും ഒരു പദസൂര്യൻ വിരിഞ്ഞ പോലെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് മായ്ച്ച് കളയാം, അത്രേ ഉള്ളൂ. യെസ്, ഇനി നമ്മളൊന്നത് നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിലൂടെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓർത്തോഗണൽ ഗ്രിഡ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് എപ്പം തെറ്റുന്നോ അപ്പം തെറ്റിയെന്ന് കൂട്ടിയാൽ മതി ഡ്രോയിങ്. സോ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോഴേ ആ ഒരു ഓർത്തോഗണൽ ഗ്രിഡ് പ്രോപ്പറായിട്ട് വരയ്ക്കുക. അത് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡ്രോയിങ് തെറ്റും.
യെസ്. സോ നമ്മൾ കുറച്ച് ടെക്സ്റ്റേഴ്സ് ഒക്കെ കൊടുത്ത് നമ്മുടെ 5 പോയിന്റ് പെർസ്പെക്റ്റീവിൻ്റെ സീനിനെ ഒന്ന് ഡീറ്റെയിൽ ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു കൺസ്ട്രക്ഷൻ ലൈൻസും ഒന്ന് കീപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ലൈൻസിൻ്റെ ആ ഒരു ലൈൻ വെയ്റ്റ്സ് ഒക്കെ ഒന്ന് കീപ്പ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് 5 പോയിന്റ് പെർസ്പെക്റ്റീവിനെ അല്ലെങ്കിൽ 5 പോയിന്റ് പെർസ്പെക്റ്റീവ് മാത്രമല്ല ഏതൊരു പെർസ്പെക്റ്റീവ് ചെയ്താലും അതൊന്ന് കീപ്പ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. യെസ്. അപ്പോൾ 5 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ലൈൻസ് ഓൾവേസ് വിൽ ബി കർവ്ഡ്. ഈ സെൻട്രലിൽ നിന്ന് വരുന്ന V5 നിന്ന് വരുന്ന ലൈൻസ് മാത്രമേ സ്ട്രൈറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കി V1, V2, V3, V4 എല്ലാം കർവ്ഡ് ലൈൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഗ്ലോബ് വരച്ച പോലെ തന്നെയാണ് 5 പോയിന്റ് പെർസ്പെക്റ്റീവിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് എപ്പോഴും 5 പോയിന്റ് പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. കമൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.